ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോഹറും രാഹുലും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിഷയുടെ അമ്മയും അച്ഛനും ബന്ധുക്കാരും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിഷയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ആഹാ രാഹുലേ, നീ ചെറുക്കൻ കൂട്ടുകാരുടെ കൂടെ കൂടിയോ? അപ്പം തന്നെ രാഹുൽ സന്തോഷത്തോടെ പറയുന്നുണ്ട്, മനുവാണ് തൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്നാണ് അറിഞ്ഞത്. അത് കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി ഷോക്കാവുകയാണ്. ആ സമയത്ത് മനോഹർ കാലിലിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ് രാഹുലിൻ്റെ. അപ്പോഴാണ് രാഹുലിന് അബദ്ധം മനസ്സിലായത്. മനുവോ? അവർ ചോദിക്കുന്നുണ്ട്, ശിവദാസനൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രാഹുൽ പറയുന്നുണ്ട്, അത് മനു എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. റോഹൻ എന്നാണ് ഒറിജിനൽ നെയിമെങ്കിലും ഞങ്ങൾ അടുത്ത ഫ്രണ്ട്സൊക്കെ വിളിക്കാൻ മനു എന്നാണ്. അപ്പം അങ്ങനെ ഒരു പേരുള്ള കാര്യം അറിയില്ലല്ലോ. നിഷയുടെ അച്ഛൻ പറയാണ്, മനുക്കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം തന്നെ മനോഹറിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇവനിക്കൊരു ചേട്ടനുണ്ട്, അവനെ ബിജുക്കുട്ടെന്നും ഇവനെ മനുക്കുട്ടെന്നൊക്കെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ സീനൊന്ന് സെറ്റാക്കുകയാണ്. മാത്രമല്ല മനോഹർ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു, എങ്കിലും എല്ലാം അങ്ങനെ കുറക്കാൻ പറ്റുമോ മോനെ? നിഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെ അതെ, പക്ഷേ പൊന്നൊട്ടും കുറക്കേണ്ടതില്ല, മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, എനിക്കത്രയേ ഉള്ളൂ. അപ്പം രാഹുലും കയറി പറയുകയാണ്, മാമൻ്റെ മരണം റോഹനെ അത്രത്തോളം തളർത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മനുവിൻ്റെ മുഖത്ത് സങ്കടം നിറയുകയാണ്. അപ്പം നിഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അറിയാം, പക്ഷേ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മോൾ ഇന്ന് തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. എനിക്ക് അച്ഛൻ്റെ മോളെ വേണം, അതുകൊണ്ടാണ് മനസ്സിൽ എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും എല്ലാം മറന്ന് ഞാൻ വിവാഹത്തിന് വന്നത്. മുഹൂർത്തം 10:30-ക്കല്ലേ? രാഹുൽ ചോദിക്കുന്നുണ്ട്. അതെ അതെ, പക്കാവാദിയൊന്നും വേണ്ടാന്ന് മോനെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹർ പറയാണ്, ഇന്നത്തെ കുറവ് നമ്മൾ റിസപ്ഷനിൽ നികത്തിയിരിക്കും. അതിനുശേഷം മനോഹർ പറയാണ്, ബോംബെയിൽ വെച്ച് റിസപ്ഷൻ നടത്തിയാലോ രാഹുൽ അങ്കിളെ? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അതിനേക്കാളും നല്ലത് കൽക്കട്ടയിൽ ആക്കുന്നതാ. അപ്പോൾ മനോഹർ വിചാരിക്കുന്നത് രാഹുൽ പണി കൊടുത്തതാണെന്നാ. പക്ഷേ രാഹുൽ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അതല്ല, നിനക്ക് അവിടെയാണല്ലോ കൺവെൻഷൻ സെൻ്ററൊക്കെ ഉള്ളത്, അതുകൊണ്ട് അവിടെ വെച്ച് നടത്തുന്നതായിരിക്കും നല്ലത്. അതിൽ കയറിയിട്ട് മനോഹറും പിടിത്തടുകയാണ്. ശരിയാ, അവിടെ കൺവെൻഷൻ സെൻ്ററിൽ ഒരുപാട് വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു പരിപാടി ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ വെച്ച് ആക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? അപ്പം നിഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട് എൻ്റെ ബന്ധുക്കളെയും ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു പാർട്ടി നടത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും ഞാനിനി ബോംബെ പോയി വന്നിട്ടല്ലേ പറ്റുള്ളൂ, മനോഹർ പറയാണ്. എൻ്റെ ബന്ധുക്കളെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ബോംബെ പോയി വന്നതിന് ശേഷം മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഇവിടെ വെച്ച് നിഷയെയും കൂട്ടി ഇവിടുത്തെ പരിപാടി പങ്കെടുക്കാം. അത് കഴിഞ്ഞ് മോളുമായിട്ട് കൽക്കട്ടയിലേക്ക് പോവാം. അപ്പോഴേക്കും നിഷയുടെ അച്ഛനൊക്കെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ രാഹുൽ അടക്കം എല്ലാവരും അകത്തേക്ക് കയറാൻ പോകുമ്പോൾ മനോഹർ പറയുന്നുണ്ട് രാഹുലിനോട്, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ആരെങ്കിലും അടുത്ത പരിചയമുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം, വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ബാക്കിയുള്ള ബന്ധുക്കളെന്ന് പറയുന്ന ആൾക്കാരെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അതേസമയം നിഷയുടെ കൂട്ടുകാരികളൊക്കെ അവളോട് പറയുന്നുണ്ട്, നീ പറഞ്ഞപ്പോഴൊന്നും ഇത്രയേറെ പ്രതീക്ഷിച്ചില്ല, കാണാൻ തന്നെ എന്ത് ഭംഗിയുള്ള പയ്യനാണ്. അപ്പം നിഷ പറയുന്നുണ്ട്, കണ്ണു കൊള്ളല്ലേ കേട്ടോ. അപ്പോഴേക്ക് നിഷയുടെ അമ്മ വന്നിട്ടും പറയുന്നുണ്ട്, മോളെ, മണവാളൻ്റെ വേഷത്തിൽ മരുമോൻ വന്നപ്പോഴേ കാണാൻ കുറച്ചുകൂടി ഗ്ലാമർ ആയിട്ടുണ്ട്, അത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പറയുമായിരുന്നു. നിഷയുടെ കൂട്ടുകാരികളും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇത്രയും ഗ്ലാമറുള്ള പയ്യനെ നാട്ടുകാരെയും ബന്ധുക്കളെയൊന്നും കാണിക്കാൻ പറ്റിയില്ല, അതാ സങ്കടം. പിന്നെ ഒരു കണക്കിന് അവരാരും ഇല്ലാത്തത് നന്നായി, കാരണം ഈ ഒരു വേഷത്തിൽ മരുമോനെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ കണ്ണുകൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ പിടിച്ച പിടിയാൽ ഈ കല്യാണം നടത്തുന്നത്. ആള് കൂടിയില്ലെങ്കിലും മുഹൂർത്തം തെറ്റാൻ പാടില്ലെന്ന് പയ്യൻ പറഞ്ഞപ്പോൾ ഞങ്ങളും അതിന് കൂട്ടു നിൽക്കുകയായിരുന്നു. മരിച്ചതേ സ്വന്തം മാമനാ, എന്നിട്ടും ഈ കല്യാണം നടത്തണമെന്ന് പയ്യൻ പറയുന്നത് എൻ്റെ മോളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ നിഷയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ വിവാഹം വേറൊരു ദിവസത്തേക്ക് മാറ്റാൻ പാടുണ്ടോ? അപ്പോൾ അവളുടെ കൂട്ടുകാരികളും പറയുന്നുണ്ട്, ഒരിക്കലും വേണ്ട, നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. അപ്പം നിഷയുടെ അമ്മ അവൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്, ഇക്കാലത്തുള്ള പെൺകുട്ടികൾ പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കുന്നത് പോലെ എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ മോള് വേണം അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, അത് മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പം തന്നെ നിഷയുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട്, ഇവൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഭയങ്കര നാവാണ് ഇവൾക്ക്, എല്ലാത്തിനും ഇവളാണ് കയറി സംസാരിക്കുക. അപ്പം നിഷയുടെ അമ്മ പറയാണ്, അങ്ങനെ തന്നെയാണ് വീട്ടിലുള്ളത്, അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറഞ്ഞു കൊടുത്തത്. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ സ്വർഗം പോലെ മോൾക്ക് അവിടെ കഴിയാം. മനോഹർ ആകെ വെപ്രാളത്തോടെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് സനൽ പറയുന്നുണ്ട്, എടാ സരയു എന്ന് പറഞ്ഞ് ഒരുത്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം നിൻ്റെ വേറൊരു വിവാഹം നടക്കുന്നത് ഇപ്പോഴാണ്. സാധാരണ വർഷാവർഷം ഓരോ വിവാഹം നടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ. അപ്പം മനോഹർ പറയുന്നുണ്ട്, എടാ അതിനിടയിലല്ലായിരുന്നു ആ ഡോണയെ കല്യാണം കഴിക്കാൻ തന്നത്, അതിനിടയിൽ ആ കിരണും കല്യാണിയൊക്കെ വന്നത് കാരണം ഒക്കെ മുടങ്ങി. അതിനിടയിൽ ജുബാന എന്ന് പറഞ്ഞ വേറൊരുത്തി കയറി വന്നു, ഒക്കെ കൊണ്ട് പ്രശ്നങ്ങളായി. പിന്നെ കുഴപ്പമില്ല, എന്തായാലും ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ അച്ഛൻ കുറച്ച് പൈസയൊക്കെ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും അവരവരുടെ മര്യാദ കാണിക്കാതിരിക്കില്ല. പിന്നെ വാടക വീടൊക്കെ എടുത്തത് അത്യാവശ്യം നല്ലത് തന്നെയല്ലേ. 50,000 രൂപ കൊടുത്തിട്ടുണ്ട്, പിന്നെ 10,000 രൂപയാണ് വാടക വരുന്നത് എന്നൊക്കെ സനൽ പറയണം. നീ ഒന്നും ടെൻഷൻ ആവണ്ട, ഞാൻ സരീവിൻ്റെ 1-2 കമ്മലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു കാര്യമൊക്കെ നമുക്ക് നടത്താൻ പറ്റും. പിന്നെ നീ 1-2 ഭാര്യമാർക്ക് ചിലവിനൊക്കെ കൊടുക്കുന്നുണ്ട്, അവരൊന്നും ഇതുവരെ നിൻ്റെ ഈ കള്ളക്കളിയൊന്നും അറിഞ്ഞിട്ടില്ല.
അതൊക്കെ ഞാനാ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മനോഹർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ കല്യാണം കഴിച്ചില്ലല്ലോ, അതിലൊരെണ്ണത്തെ നീ കെട്ടടാ. അയ്യോ എനിക്ക് കല്യാണമൊന്നും വേണ്ട, ലിവിങ് ഗെറ്റുഗതറായിട്ട് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്, അതൊക്കെ മതി. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനും ജയിലിൽ പോകുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാ. ഇതൊക്കെ കേൾക്കുന്ന ആ ബന്ധുക്കളായിട്ട് വന്ന പയ്യന്മാർക്ക് ടെൻഷനാവുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാശ് തരില്ലേ? സനൽ ദേഷ്യത്തോടെ പറയാണ്, കല്യാണം ഇവിടെ കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ കാശിന് വേണ്ടി ബഹളം വെക്കല്ലേ, കല്യാണം കഴിഞ്ഞാൽ തരുമെന്ന് പറഞ്ഞതല്ലേ. മനോഹറും പറയുന്നുണ്ട്, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് തന്നിരിക്കും, ഇന്നത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ സഹകരിക്കണം. എൻ്റെ കൂടെ വന്ന ആ നീളവും വീതിയൊക്കെ ഉള്ളൊരു മനുഷ്യനില്ലേ, അയാൾ ആരാന്നറിയോ? എൻ്റെ ഇപ്പോഴത്തെ അമ്മായി അച്ഛനാ. അപ്പോൾ അയാളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നത്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ആളെ കുറച്ചത് തന്നെ എൻ്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഭക്ഷണവും കഴിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോണം. അപ്പം തന്നെ സനൽ പറയുന്നുണ്ട്, എടാ ഇപ്പം കാശില്ലാതെ ജോലി ചെയ്യുന്നത് ഞാനാ, എടാ നീ എൻ്റെ ചങ്കല്ലേടാ, അപ്പം നീ കണക്ക് പറഞ്ഞാലോ? നമ്മൾ എത്ര കാലമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നതാ, കയറി ചെല്ലുന്ന വീട് തരക്കേടില്ല എന്ന് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ. അതൊക്കെ നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അറിയാലോ, കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച വീടാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നീ പേടിക്കണ്ട, സരവിൻ്റെ ഒരുപാട് സ്വർണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് തട്ടിമുട്ടിയൊക്കെ പോവാം. എന്തോരം കമ്മലാന്നറിയോ? അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മോഷ്ടിക്കാറുണ്ട്, ഇടയ്ക്ക് നോക്കുമ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറയും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും കല്യാണിയും മേഘ്നയും കൂടെ കല്യാണം കൂടാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ തന്നെ ആരെയും കാണുന്നില്ല. അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട്, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ മേഘ്നെ. ഞാൻ പറഞ്ഞില്ല ചേച്ചി, പയ്യൻ്റെ അമ്മാവനോ മറ്റോ മരിച്ചത് കാരണം ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന്. എങ്കിലും ആരെയും കാണുന്നില്ലല്ലോ, കല്യാണി അതിശയത്തോടെ ചോദിക്കുകയാണ്. പക്ഷെ അവർ വന്നിറങ്ങുന്നത് രാഹുൽ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ കിരണേട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം നടന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാ. നമുക്കിപ്പോൾ അകത്തോട്ടേക്ക് പോകണോ? മേഘ്ന ചോദിക്കുന്നുണ്ട്. അകത്തോട്ടേക്ക് പോവാതെ പിന്നെ കല്യാണം കാണാനല്ലേ വന്നത്? ആണ്, പക്ഷേ ഇപ്പോഴേ പോകണോ? കല്യാണം 10:30-ക്കല്ലേ മുഹൂർത്തം. ഏതാണ്ട് സമയമായി വരുന്നു, നമുക്ക് അകത്തേക്ക് കയറിയിരുന്ന് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കാം. അപ്പം മേഘ്ന സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്തൊരു ഗതികേടാ, സ്വന്തം അനിയത്തിയുടെ കല്യാണം പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കിരണേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്. എനിക്കും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, എന്നെ വെറുക്കുന്നവരെയൊക്കെ കയറി ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. പക്ഷേ അവർ തിരിച്ചടിയേ തന്നിട്ടുള്ളൂ, വെറുപ്പോടെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. മേഘ്നയുടെ അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക, അതുകൊണ്ടാണ് എനിക്ക് അവരോടൊക്കെ ഒരു വെറുപ്പ്. അതേസമയം മനോഹർ സനലിനോട് പറയുന്നുണ്ട്, മുഹൂർത്തത്തിന് ഒരു 10 മിനിറ്റ് മുന്നേ നീ ബഹളം ഉണ്ടാക്കണം സനലെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ മുഹൂർത്തം കല്യാണം നടത്തണം. അങ്ങനെയാണെങ്കിൽ പിന്നെ താലികെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ ഭക്ഷണം കഴിക്കുക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവുക. വരുന്നവരിൽ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ പെട്ടത് തന്നെ. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ പെട്ടത് തന്നെടാ, നിങ്ങൾ കാര്യം പറ. മനോഹറിനാകെ ടെൻഷനാവുകയാണ്. ഈ ശിവദാസൻ്റെ മൂത്ത മോളും നമ്മുടെ അയൽപ്പക്കത്തുള്ള കല്യാണി എന്ന് പറഞ്ഞവളും കൂടെ വന്നിട്ടുണ്ട്. എടാ ചേച്ചി അനിയത്തിയുടെ കല്യാണം കൂടാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പം മനോഹർ പറയാണ്, എങ്ങോട്ട് പോവാനാ? അങ്ങോട്ടേക്കാണ് ശിവദാസൻ വരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം രാഹുൽ ചിരിച്ചുകൊണ്ട് പറയാണ്, ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, പയ്യന് കല്യാണ സമയം മുഹൂർത്തം അടുത്ത സമയത്ത് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ കൂടെ, അപ്പോൾ അവനൊരു വാഷ്റൂമിൽ പോകണമെന്നുണ്ട്. അപ്പം അയാൾ പറയാണ്, എങ്കിൽ പിന്നെ മുറ്റത്തൊരു വാഷ്റൂമുണ്ട്, അവിടെയാണ് നല്ലതെന്നൊക്കെ പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ട എടോ, ഓഡിറ്റോറിയത്തിൽ കയറിയതിന് ശേഷം പിന്നെയും പയ്യൻ പുറത്തിറങ്ങുന്നത് അത്ര നല്ലതല്ല. ഓ അങ്ങനെ ഉണ്ടായിരുന്നോ? എങ്കിൽ പിന്നെ അകത്തുള്ള ടോയ്ലറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മനോഹറും സനലും കൂടെ അവിടുന്ന് വേഗം മുങ്ങുകയാണ്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, പയ്യൻ പോയത് നന്നായി എടോ, പുറത്ത് തൻ്റെ മൂത്ത മോളും പിന്നെ ആ കല്യാണി എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ അയൽപ്പക്കത്തുള്ളവൾ, അവളും വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ശിവദാസന് സന്തോഷമാവുകയാണ്. എനിക്കറിയായിരുന്നു അവൾ വരുമെന്ന്, എങ്ങനെയായാലും അനിയത്തിയുടെ കല്യാണം കാണാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റില്ലല്ലോ. എടോ, പക്ഷെ തൻ്റെ ഭാര്യയ്ക്കും മകൾക്കൊന്നും അത് ഇഷ്ടമല്ലല്ലോ. രാഹുൽ ചോദിക്കുന്നുണ്ട്. സാരയില്ല, ഇന്ന് കല്യാണ ദിവസമായതുകൊണ്ട് അവർ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ അയാൾ പറയുകയാണ്. മാത്രമല്ല ശിവദാസൻ തമാശാക്കിക്കൊണ്ട് പറയാണ്, കല്യാണത്തിന് ആകെ ഇത്ര കുറച്ച് ആൾക്കാരുണ്ടായിട്ട് തന്നെ പയ്യൻ ഇത്രയും നാണക്കേടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചതാണെങ്കിൽ ശരിക്കും അവൻ പെട്ടത് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് രാഹുൽ താഴോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് കല്യാണിയും മേഘ്നയും പറയുന്നുണ്ട്. മേഘ്ന ചോദിക്കുന്നുണ്ട്, അത് കിരൺ സാറിൻ്റെ അങ്കിളല്ലേ? അവിടെയും വന്ന് മേഘ്നയുടെ അമ്മയും അനിയത്തിയും കൂടെ കല്യാണം വിളിച്ചതല്ലേ, അതുകൊണ്ട് വന്നതായിരിക്കും. എന്നിട്ട് രാഹുൽ നേരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീയൊക്കെ ഇവിടെ? ഇവളെ അറിയോ? ആ അതൊക്കെ അറിയാം, അന്ന് എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചതിന് ശേഷം ശിവദാസനും വിലാസിനിയും നിൻ്റെ വീട്ടിലൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കിയതൊക്കെ എനിക്കറിയാം. അതിനുശേഷം അവർ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അയാളുടെ മൂത്ത മോളാണെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കല്യാണത്തിന് വന്നത് എന്നൊക്കെ കല്യാണി പറയുകയാണ്. അതിനും മാത്രം ആൾക്കാരൊന്നും ഇവിടെ കല്യാണം ക്ഷണിച്ചിട്ടില്ല, പിന്നെ നീയൊക്കെ എന്തിനാണ് വന്നതെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നത്? കല്യാണം തിരിച്ചു ചോദിക്കുകയാണ്. ശിവദാസനും ഫാമിലി എൻ്റെ അടുത്ത സുഹൃത്താണ്, മാത്രമല്ല എൻ്റെ മോളുടെ കല്യാണത്തിന് അവരെല്ലാവരും കൂടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ നീയൊന്നും ഈ പരിസരത്ത് പോലും അടുക്കരുതെന്നാണല്ലോ ശിവദാസൻ്റെ ഭാര്യയും മോളും പറഞ്ഞത്. ഇവളുടെ അനിയത്തിയെ കെട്ടാൻ പോകുന്നത് എന്തുകൊണ്ട് യോഗ്യനായ പയ്യനാ, അത് മുടക്കാൻ വേണ്ടിയിട്ടാണോ നീയൊക്കെ വന്നിരിക്കുന്നത്? അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, എത്ര യോഗ്യനായ പയ്യനാണെങ്കിലും സ്വന്തം മോളെ തള്ളിക്കളഞ്ഞിട്ടാ ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ കല്യാണം നടത്താൻ പോകുന്നത്.
അതുപോലെ തന്നെ ആ കല്യാണ പെണ്ണിത്തിരി ഓവറാ. അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണം എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം തന്നെ രാഹുൽ വിചാരിക്കുന്നുണ്ട്, എത്ര കറക്റ്റായിട്ടാണ് ഇവളീ ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്, വെറുതെ ഒരു സീനുണ്ടാക്കാതെ, രാഹുൽ വാൺ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ കല്യാണി പറയുന്നുണ്ട്, ഞാൻ ഇവളോട് വരണ്ടെന്ന് ആദ്യം പറഞ്ഞതാ, ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നതാ, പക്ഷെ എന്തായാലും വന്നില്ലേ, ഇനി ഈ കല്യാണം കൂടിയിട്ടേ പോകുന്നുള്ളൂ. പിന്നെ നിങ്ങളും ഈ ഒരു കല്യാണ സെൻറ്റർ ഓർത്ത് വെച്ചോളൂ, കാരണം നിങ്ങളുടെ മോൾക്ക് അടുത്ത് തന്നെ ഇവിടുന്ന് വേറൊരു കല്യാണം നടത്തേണ്ടി വരും. കല്യാണി പരിഹസിക്കുകയാണ്. അപ്പം ദേഷ്യത്തോടെ രാഹുൽ പറയുന്നുണ്ട്, അത് നീ പറയേണ്ട ആവശ്യമില്ലാന്ന്. കല്യാണി എന്ത് തന്നെയായാലും ഓഡിറ്റോറിയത്തിൽ കയറും എന്നുള്ളത് രാഹുലിന് മനസ്സിലായി. അപ്പം അയാൾ ചിന്തിക്കുന്നുണ്ട്, ഇനി മനോഹർ ഈ പരീക്ഷണത്തിൽ നിന്നും എങ്ങനെയാണ് അവർ രക്ഷപ്പെടുക എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ മോക്ക് വേണ്ടിയിട്ടുള്ളൊരു രണ്ടാമത്തെ ഭർത്താവിനെ നിങ്ങൾ ഇപ്പോഴേ കണ്ടുപിടിച്ചോ. ആ നേരത്ത് ഈ ഓഡിറ്റോറിയം തന്നെ ആയിരിക്കും നല്ലത്. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പോവുകയാണ്. അപ്പോൾ കല്യാണി വീണ്ടും കളിയാക്കുന്നുണ്ട്, അസുഖമൊക്കെ കുറവുണ്ടല്ലോ, ഓർക്കാടി അസുഖം. നീ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ നിന്നെ ആറ്റിലെറിഞ്ഞു എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനാടി അസുഖം. പക്ഷേ കല്യാണി അതിന് പുല്ല് വില പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വെറുതെ ചിരിക്കുകയാണ്. പക്ഷേ മാഗ്നയുടെ ടെൻഷൻ, ഇനി എങ്ങനെയാണ് അകത്തേക്ക് പോകുന്നത്, നമ്മൾ വന്ന കാര്യം അയാൾ എല്ലാവരോടും പറയുമല്ലോ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, നീ പേടിക്കാതെ നിൽക്കും മാഗ്ന. അതേസമയം നിഷയുടെ മുറിയിലേക്ക് വന്നിട്ട് നിഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഇവിടെ മാഗ്ന വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് തന്നെ നിഷയുടെ അമ്മയും നിഷയും പൊട്ടിത്തെറിക്കുകയാണ്. ഒരു കാരണവശാൽ അവളെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റരുതെന്നൊക്കെ പറഞ്ഞ് അവർ തർക്കിക്കുകയാണ്. കാരണം സ്വത്തിനും പണത്തിനും വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിഷ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്നുള്ളത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കുട്ടികൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ പറയുമല്ലോ, പക്ഷേ എന്ന് വെച്ചാൽ അവരെ തീർത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിഷയുടെ അമ്മ പറയാണ്, എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റും, കാരണം അവൾ എൻ്റെ മോളല്ല, ഞാൻ അവളുടെ വളർത്തമ്മയും അല്ല. അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അനിയത്തിയുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും മാഗ്ന, അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പൊയ്ക്കോട്ടെ. പക്ഷെ ഒരു തരത്തിലും ഇവർ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതേസമയം കല്യാണി മാഗ്നയും കൂടെ എങ്ങനെയെങ്കിലും ആരും കാണാതെ സാരി തലപ്പ് കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ട് അകത്തേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സാരി തലപ്പെടുത്തിയിട്ട് മുഖം മറക്കുന്ന സമയത്താണ് പിന്നീന്ന് വന്നിട്ട് മാഗ്നയുടെ, അതായത് നിഷയുടെ അമ്മ വന്ന് വിളിക്കുകയാണ്. എടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വിളിക്കുകയാണ് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.